നമ്മളുടെ ചാനലിൽ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഓരോ ആടുകളുടെ പേരും ആടുകളെയും നല്ല രീതിയിൽ തന്നെ അറിയാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സുന്ദരിയും ശൃംഗാരിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അടുത്ത് തന്നെ നമ്മുടെ സുന്ദരി പ്രസവിച്ച് നമുക്ക് 3 കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് വഴി ഇപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആ വെള്ളക്കുഞ്ഞ് മുട്ടനാണോ അതോ പെട്ടയാണോ എന്ന്. നമുക്ക് ഇപ്പം ഉണ്ടായിട്ടുള്ള 3 കുഞ്ഞുങ്ങളും പെട്ട കുഞ്ഞുങ്ങളാണ് കേട്ടോ. മുട്ടൻ നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു സംശയം വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മളുടെ ഈ വെള്ളക്കുഞ്ഞിൻ്റെ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡും കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുട്ടനെ പോലെ ആവാനോ ഉള്ളൊരു ചാൻസും കൂടുതലുണ്ട്. ചിലപ്പോൾ അത് വെളുത്ത് വന്നേക്കാം, ചിലപ്പോൾ അത് ബ്രൗൺ നമ്മുടെ പുല്ലൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് വന്നേക്കാം എന്ന് പറഞ്ഞു കേട്ടോ. അതായിരിക്കാം ചിലപ്പോൾ ചെറിയൊരു തെറ്റിദ്ധാരണയ്ക്കുള്ള കാരണം. എന്തായാലും നമുക്ക് 3 പെട്ട കുഞ്ഞുങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സംശയം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പുതിയതായി ഉണ്ടായ നമ്മുടെ 3 പെട്ട കുഞ്ഞുങ്ങൾക്കും ഓരോ പേര് കണ്ടെത്തണം കേട്ടോ. ഇപ്പം നമ്മൾ ആദ്യം ഉണ്ടായ കുഞ്ഞ്, രണ്ടാമത്തവള്, മൂന്നാമത്തവള് അങ്ങനെയൊക്കെയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി നീട്ടിക്കൊണ്ട് പോകണില്ല. ഇവർക്ക് എല്ലാവർക്കും ഓരോ പേരിടാനുള്ള ഒരു പരിപാടിയാണ്. അതിൽ ഏറ്റവും അവസാനമുണ്ടായ ആ വെള്ളക്കുഞ്ഞ്, അതായത് മൂന്നാമതുണ്ടായ കുഞ്ഞിന് നമ്മളൊരു പേര് കണ്ടെത്തി കഴിഞ്ഞു കേട്ടോ. അവരുടെ പ്രവൃത്തിക്ക് അനുയോജ്യമായ ഒരു പേര് ഞാനത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങളുടെ പേര് ഇനി കണ്ടെത്തേണ്ടതുണ്ട് കേട്ടോ. ചില പേരുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇനി നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ കൂട്ടുകാരന്മാർക്ക് എന്തെങ്കിലും ഒരു പേര് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് വഴി നമുക്ക് നിർദ്ദേശിക്കാം. അതും നമുക്ക് കണക്കിലെടുക്കാം കേട്ടോ. അതിൽ നമുക്ക് നോക്കിയിട്ട് നല്ല പേര് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് 3 പേർക്കും കൂടി നമ്മൾ ഒരു പേര്, അതായത് 3 പേർക്കും നമ്മൾ ഒരു ദിവസം പേരിടുന്ന ഒരു വീഡിയോയും ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ ഏതെങ്കിലും ഒരു പേരുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ ലൈക്ക് എങ്ങനെയാണോ, അത് ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതനുസരിച്ച് നമുക്ക് 2 പേര് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് നമ്മുടെ ആദ്യം ഉണ്ടായ കുഞ്ഞ് രണ്ടാമതുണ്ടായ കുഞ്ഞിടാം. മൂന്നാമതുണ്ടായവൾക്ക് ഓൾറെഡി ഒരു പേര് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഒരു സംശയം കൂടിയും നമുക്ക് കമൻറ്റിൽ ചോദിക്കണം, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ആട്ടും കുഞ്ഞുങ്ങളെ പകല് മാത്രമാണോ നമ്മൾ മാറ്റിയിടുന്നത്, രാത്രിയാകുമ്പോൾ ഇവരെ അമ്മയുടെ കൂടെ ഒരുമിച്ചാണോ ഇടാറ്, അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ ആട്ടും കുഞ്ഞുങ്ങളെ ഇവർ പ്രസവിച്ചതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ മാറ്റിയിടുന്നതാണ്. പിന്നെ രാത്രിയും നമ്മൾ തള്ളയുടെ കൂടെ ഇടാറില്ല കേട്ടോ. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് അടിക്കുക, നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം.